എന്നുള്ള വാക്ക് നമ്മൾ നമ്മുടെ സംസാരത്തിൽ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണല്ലോ. ഉദാഹരണത്തിന്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ? ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? എന്തിനാണ് അവൾ അത് ചെയ്തത്? ക്ഷമിക്കണം, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ചെയ്യുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? ഡു. അപ്പോൾ ഡു എന്ന ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സെൻറ്റൻസുകൾ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം ഞാൻ മലയാളം സെൻറ്റൻസ് പറയും, നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മലയാളം സെൻറ്റൻസ് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊന്ന് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. ഞാൻ 2-3 സെക്കൻഡ് സമയം തരാം, എന്നിട്ട് ഞാൻ അതിൻ്റെ ശരിയായ സെൻറ്റൻസ് പറയാം. ഒന്നാമത്തെ സെൻറ്റൻസ്, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? എങ്ങനെയാണ്? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തോ? ആരുടെയെങ്കിലും ശരിയായോ? നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയപ്പോൾ ആരുടെയെങ്കിലും ശരിയായോ? ഇനി രണ്ടാമത്തത്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയേ. ഇത് വളരെ എളുപ്പമാണ്. ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയേ. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. എങ്ങനെയാണ്? ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തത്, നിനക്കത് ചെയ്യാൻ കഴിയോ? നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, നിനക്കത് ചെയ്യാൻ കഴിയോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ക്യാൻ യു ഡു ദാറ്റ്? എങ്ങനെയാണ്? ക്യാൻ യു ഡു ദാറ്റ്? നിനക്കത് ചെയ്യാൻ കഴിയോ? ഇനി 4, ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ഞാനത് ചെയ്യും. എങ്ങനെ പറയാം? ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ഞാനത് ചെയ്യും. ഇനി അടുത്തത്, നീ എപ്പോഴാണ് അത് ചെയ്തത്? എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കേ. വെൻ ഡിഡ് യു ഡു ദാറ്റ്? വെൻ ഡിഡ് യു ഡു ദാറ്റ്? നീ എപ്പോഴാണ് അത് ചെയ്തത്? ഇനി അടുത്തത്, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കേ. ഐ വാസ് ഡൂയിങ് മൈ വർക്ക്. എങ്ങനെയാണ്? ഐ വാസ് ഡൂയിങ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്തത്, നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? എങ്ങനെ ചോദിക്കാം? വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? വാട്ട് വെർ യു ഡൂയിങ് ദെയർ? എങ്ങനെയാണ്? വാട്ട് വെർ യു ഡൂയിങ് ദെയർ? നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇനി അടുത്തത്, നീ എത്ര കാലമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്? എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ് വർക്ക്? എങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ് വർക്ക്? നീ എത്ര കാലമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ എത്ര കാലം എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡസ് ഹീ ഡു ഹിസ് ഹോംവർക്ക്? എങ്ങനെയാണ്? ഡസ് ഹീ ഡു ഹിസ് ഹോംവർക്ക്? അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഇവിടെ ഹീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഡസ് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചത്. ഇനി അടുത്തത്, ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എങ്ങനെ പറയും? ഐ ഡു ഇറ്റ് എവരി ഡേ. എങ്ങനെയാണ്? ഐ ഡു ഇറ്റ് എവരി ഡേ. ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഇനി അടുത്തത്, അവൻ അങ്ങനെ ചെയ്യാറില്ല. എങ്ങനെ പറയാം? ഹീ ഡസിൻറ്റ് ഡു സോ. എങ്ങനെയാണ്? ഹീ ഡസിൻറ്റ് ഡു സോ. അവൻ അങ്ങനെ ചെയ്യാറില്ല. സോ എന്ന വാക്കിന് ഇവിടെ അങ്ങനെ എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഡു യുവർ ഹോംവർക്ക്? എങ്ങനെയാണ്? ഡു യു ഡു യുവർ ഹോംവർക്ക്? നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഇനി അടുത്തത്, ഞങ്ങളത് ചെയ്യാറില്ല. എങ്ങനെ പറയാം? വി ഡോണ്ട് ഡു ദാറ്റ്. എങ്ങനെയാണ്? വി ഡോണ്ട് ഡു ദാറ്റ്. ഞങ്ങളത് ചെയ്യാറില്ല. ഇനി നീ അത് ചെയ്യരുത്. എങ്ങനെ പറയും? യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്. ഷുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, നീ നിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കുക? ആർ യു ഡൂയിങ് യുവർ വർക്ക്? ആർ യു ഡൂയിങ് യുവർ വർക്ക്? നീ നിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇനി അടുത്തത്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. വിൽ യു ഡു ദിസ് ഫോർ മീ? എങ്ങനെയാണ്? വിൽ യു ഡു ദിസ് ഫോർ മീ? എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമോ? ഇനി അടുത്തത്, അവൻ അത് ചെയ്യില്ല. എങ്ങനെ പറയാം? ഹീ വിൽ നോട്ട് ഡു ദാറ്റ്. എങ്ങനെയാണ്? ഹീ വിൽ നോട്ട് ഡു ദാറ്റ്. അവൻ അത് ചെയ്യില്ല. ഇനി അടുത്തത്, എന്തിനാണ് നീ അത് ചെയ്തത്?
എങ്ങനെ ചോദിക്കാം? വൈ ഡിഡ് യു ഡു ദാറ്റ്? എങ്ങനെയാണ്? വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തിനാണ് നീ അത് ചെയ്തത്? ഇനി അടുത്തത്, എങ്ങനെയാണ് നീ അത് ചെയ്തത്? എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? എങ്ങനെയാണ് നീ അത് ചെയ്തത്? ഇനി അടുത്തത്, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? എങ്ങനെ ചോദിക്കും? വൈ ഡിഡ്ന്റ് യു ഡു ദാറ്റ്? എങ്ങനെയാണ്? വൈ ഡിഡ്ന്റ് യു ഡു ദാറ്റ്? നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇനി അടുത്തത്, അത് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഐ ടോൾഡ് യു ടു ഡു ദാറ്റ്. എങ്ങനെയാണ്? ഐ ടോൾഡ് യു ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. അത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. എങ്ങനെ പറയാം? വി ക്യാൻ ഡു ദാറ്റ്. എങ്ങനെയാണ്? വി ക്യാൻ ഡു ദാറ്റ്. അത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ഇനി അടുത്തത്, അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ കുഡിന്റ് ഡു ദാറ്റ്. എങ്ങനെയാണ്? ഐ കുഡിന്റ് ഡു ദാറ്റ്. അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ സെന്റൻസുകളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങളുടെ സംസാരത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.